ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ തറലി എൻജോയ് ചെയ്തു. നമ്മളിപ്പോൾ തലൈവരുടെ മൂവി അല്ലെങ്കിൽ മറ്റുള്ള ഭാഷകളിലെ വയലൻറ്റ് ജോണർ മൂവീസൊക്കെ വരുമ്പോൾ നമ്മൾ തകർത്ത് ആഘോഷിച്ച് അർമാദിക്കാറുണ്ട്. നമ്മുടെ മലയാളത്തിൽ ഇങ്ങനൊരു മൂവി, അഭിമാനിക്കാവുന്ന ഒരു വയലൻറ്റ് മൂവി ഈ ഒരു ലാർജ് സ്കെയിലിൽ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഗൂസ് ബംസ് മൂമെൻറ്റ്സ് ആയിരുന്നു. കുറേ ഗൂസ് ബംസ് മൂമെൻറ്റ്സ് ഉണ്ടായിരുന്നു ഇതിൽ, വാവ് മൂമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ആൻഡ് വിത്ത് എ ഫാമിലി ബാക്കിംഗ് സ്റ്റോറി, ആ ഒരു ഇമോഷൻസ് എല്ലാം നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വെറുതെ വയലൻസ് അല്ല, നമുക്ക് ടച്ച് ചെയ്യുന്നുണ്ട്. ആ എന്തുകൊണ്ടാണ് ഇത്ര വയലൻസ് ഉള്ളത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് എ ഫുള്ളി പാക്ഡ് മൂവി ആൻഡ് ഗ്രേറ്റ് ടീം. ബ്രോ, അടിപൊളി പടം. കേരളത്തിൻ്റെ റെബൽ കിങ് ഉണ്ണിമോന്തനാണ്. കാരണം അത്രയ്ക്ക് നമ്മൾ ഉണ്ണിമോന്തൻ പോട്ടെ, നമ്മുടെ ജഗതിച്ചേട്ടനും സ്ഥിതിയാണ് കാണിച്ചു വെച്ചാൽ അടിപൊളി. നമ്മുടെ രോമം പൊങ്ങി നിൽക്കണ ആ ഒരു ഇതിലാണ് അവർ കാണിച്ചു വെച്ചാണ്. ആ സ്ഥിതിക്കേട്ടനൊക്കെ ആ ഒരു സ്ഥിതിക്കേട്ടനും ജഗതിച്ചേട്ടനും പൊളിച്ച്. പിന്നെ നമ്മൾ കേരളത്തിൽ ഇത്രയും ഒരു എക്സ്ട്രീം, ഇത്രയും ഒരു റെബൽ നമ്മൾ ഇതുവരെ ആയിട്ടും കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഇതൊരു പരീക്ഷണം വരുന്ന. എന്നാലും അടിപൊളി, ഒന്നും പറയാനില്ല. മ്യൂസിക്കൊക്കെ അടിപൊളിയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ്. കാരണം അത്രയ്ക്ക് ഒരു ഇതുണ്ട്. പിന്നെ ചില സീൻ വരുമ്പോൾ നമ്മൾ തന്നെ അറിയാണ്ട് കണ്ണടച്ച് പോകും. അത്രയ്ക്ക് ഒരു എന്താ പറയുക, നമ്മളെ പിടിച്ചിരുത്തുകയും ചെയ്യും, അതുപോലെ തന്നെ നമുക്ക് പേടിപ്പെടുത്തുകയും ചെയ്യും. അത്രയൊരു റെബലാണ്, ഫുൾ റെബലാണ്. അപ്പോൾ ഫാമിലി ഓഡിയൻസിനെ എന്തോരം ഇതാവുമെന്ന് അറിയില്ല, എന്നാൽ പോലും അടിപൊളിയാണ് പടം. താങ്ക് യു. I like the bond between the brothers. Super movie, and it was very like you could get emotionally attached. I don't like violence much, but I really like the movie. Last part violence കുറച്ച് കൂടി പോയി തോന്നി എനിക്ക്, because I'm not a violence fan. But the movie is amazing. First part I was like very much interested. അതൊക്കെ സൂപ്പറാണ് കേട്ടോ. ഐ ലവ് ദ BGM. എല്ലാതും ഇസ് പെർഫെക്റ്റ് ദ മൂവി. അതൊക്കെ സൂപ്പറാണ്. ഐ ലവ് ദ ബ്രദർ, like the brother that died in the first half. Like I love the attachment. എല്ലാവരും രസമാണ്. പടം നിങ്ങൾ കണ്ടു, സൂപ്പർ. ഒരു കൂടുതലൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള സംഭവിക്കുന്ന കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ കൂടെ മറ്റേ ഈ ഇഷാൻ, ഒരു പുതിയ പയ്യനുണ്ടല്ലോ, പുതിയ പയ്യൻ ഇറങ്ങിയിട്ട് വിക്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയ പയ്യൻ. ആ പയ്യൻ നല്ല പെർഫോമൻസ് കാണിച്ചിട്ടുണ്ട്. ഒരു പുതുമുഖമാണെന്ന് പറയില്ല, നിങ്ങൾ കണ്ടു നോക്കൂ. Padam, it is very good. The stunts were good, music was good, visuals were very good. My son Ishan was debuting in this movie. He did so well, and Unni Mugdan was too good. It's a must watch. പടം കൊള്ളാം, അടിപൊളിയാണ്. പക്ഷേ വയലൻസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഒരു അപ്കമിങ് നമ്മുടെ ഒരു എന്താ പറയുക, ആക്ഷൻ സ്റ്റാറായിട്ടും മലയാളത്തിൽ വരാൻ സാധ്യത ഉണ്ണി മുകുന്ദനാണ്. ഫാമിലിയായിട്ട് കാണാം, പക്ഷേ വയലൻസ് എടുത്ത് കാണിക്കുന്നുണ്ട്. വയലൻസ് ഇപ്പോൾ നമുക്ക് അത്രയും മനസ്സുള്ള ഒരാൾക്ക് മനസ്സിലായി, ക്രൂരമായ കുട്ടികൾക്കെതിരെയുള്ള അതൊക്കെ എടുത്ത് കാണിക്കുന്ന ഒരു മൂവി ആയിട്ടാണ് ഇതിനെ കാണാൻ പറ്റുന്നത്. ജഗദീഷ്, നെഗറ്റീവ് ക്യാരക്ടേഴ്സ് എല്ലാവരും നന്നായി ഫോക്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയായിരുന്നു. പക്ഷേ വയലൻസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. താങ്ക് യു. അടിപൊളി. നിങ്ങളെല്ലാവരും പോയി ബിസിനസ് കണ്ടപ്പോൾ ഒരു ഓണറാണ് എനിക്ക്. എന്താണ് മതി കുറേ പേരെ. ഓ, നല്ല പടമാണ്. എനിക്ക് അത്ര നല്ല പടം. അതിനകത്ത് ബ്രൂട്ടൽ നല്ല കിടിലൻ, ആ ബ്ലഡ് സ്റ്റെയിനാണ് നല്ല കിടിലൻ മേക്കിംഗ് ഉണ്ട്. പിന്നെ ആ ബ്രൂട്ടൽ കൊണ്ടുവന്ന ആ സൈൻ ഉണ്ടല്ലോ, അതിനകത്ത് അതാണ് ഫാക്ടർ. അതാണ് പെർഫോമൻസ് ഓൾ ഗുഡാണ്. എല്ലാവരുടെയും കരിയർ ബെസ്റ്റ് എന്ന് പറയാം. ഉണ്ണിമൂന്നൻ്റെ ഇപ്പോൾ മെയിനായിട്ട്, എസ്പെഷ്യലി ഉണ്ണിമൂന്നൻ്റെ കരിയർ ബെസ്റ്റാണ്. ആ മികായലിൻ്റെ ആ ഒരു കണ്ടിന്യൂസ് ഇടയ്ക്ക് കൊണ്ടുതന്നെയുണ്ട്. ദാറ്റ് ഈസ് എ ഗുഡ് പോയിന്റ്. ആ, അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. ഓഡിയൻസ് നല്ല, ഞാനൊക്കെ വിസിലടിച്ച് മരിച്ചെന്ന് പറയാ ഇടയ്ക്കൊക്കെ. കിടിലുണ്ട്. BGM ഒക്കെ കിടിലുണ്ട്. ബേബിജീൻ്റെ മറ്റേ ഒരു പാട്ടുണ്ടല്ലോ, ബ്ലഡ് എന്ന് പറഞ്ഞൊരു സോങ്ങില്ല, അതൊക്കെ വെറുതെ കിടിലും. അതൊക്കെ അടിപൊളിയായിരുന്നു. നല്ലൊരു ആക്ഷൻ, ഏകദേശം അടിപൊളിയായിട്ടുണ്ട്. മലയാളത്തിൽ ഇത്രയും വലിയൊരു വയലൻസ് മൂവി ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. മലയാളത്തിലല്ല, എനിക്കൊന്ന് ഇന്ത്യൻ മൂവിയിൽ കില്ലൊക്കെയാണ് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളൊരു മൂവി. നല്ല വിഷ്വൽസാണ്, പിന്നെ നല്ല BGM ആണ്, നല്ല മേക്കിംഗ് ആണ്. ഓവറോൾ ഇന്ത്യൻ മൂവിയിലൊരു ബെസ്റ്റ് മൂവി തന്നെ.
പടമാണ്. അവൻ തകർത്തിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ആക്ഷനും കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട്. ആ കൊള്ളാം, എല്ലാവരും നന്നായി. വയലൻസ് പക്ഷേ പടത്തിന്റെ ആക്ഷനൊക്കെ ഒരു ലെവലാ, അടിപൊളി.